അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5:30 എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ രാവിലെ എണ്ണിക്കുന്നൊരു ടൈപ്പല്ല. അപ്പോൾ പക്ഷേ ഞാൻ ധൈര്യമായിട്ട് എടുത്തു, എന്തായാലും സാരമില്ല, എനിക്കിനി വേറെ വഴികളില്ല, എൻ്റെ മുന്നിലൊന്നുമില്ല, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പോയി, എല്ലാവരും എന്നെ വിട്ടുപോയി, ഞാൻ ഒറ്റയ്ക്കായി ജീവിതത്തിൽ, ആരുമില്ല, എൻ്റെ അപ്പനും അമ്മയും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മാതാവിനെ വേണം, കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിന് വേണ്ടി എന്തും ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഉടമ്പടി എടുത്തു. ഇന്ന ദിവസം വരെ കറക്റ്റായിട്ട് ഞാനത് മുന്നോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. 5:30 പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഡെയിലി ബ്രെഡ് കേൾക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അച്ഛൻ്റെ വചനങ്ങൾ ഞാൻ എഴുതിയിടാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ശുശ്രൂഷ ഒരു ഞായറാഴ്ച പോലും ഞാൻ ശുശ്രൂഷ മുടക്കാതെ ഞാൻ പോകുന്നുണ്ട്. ഞാൻ കുർബാന കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്ത്. അല്ല, അത് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു വിഷമമാണ് ഉള്ളിൽ, പിന്നെ ഒരു സങ്കടമാണ്. എനിക്ക് എന്തോ ഒരു കംപ്ലീഷൻ ഇല്ല ആ ഒരു ദിവസത്തെ. അപ്പം ഞാൻ അതെല്ലാം ചെയ്തു. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് ഓഗസ്റ്റിലെ എക്സാം, അതായത്